നയതന്ത്രത്തിന്റെയും സമാധാന ചർച്ചകളുടെയും സുരക്ഷിത താവളമെന്ന് ലോകം കരുതിയിരുന്ന ഖത്തറിന്റെ നെഞ്ചകം പിളർന്ന് ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിതവും അതിഭീകരവുമായ വ്യോമാക്രമണം ലോകം ഒന്നടങ്കം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു സൈനിക നടപടിയല്ല, മറിച്ച് നിലവിലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തിയ ഒരു ചതിപ്രയോഗമായിരുന്നു. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകളുടെ മുഖ്യ ഇടനിലക്കാരായ അമേരിക്കയുടെ വിശ്വസ്ത സഖ്യകക്ഷിയായ ഒരു പരമാധികാര രാഷ്ട്രത്തിൽ ഇസ്രയേൽ ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയുടെ ആകാശത്ത് അപ്രതീക്ഷിതമായ യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ മുഴങ്ങി. നഗരത്തിലെ ഏറ്റവും ആധുനികവും സമ്പന്നവുമായ വെസ്റ്റ് ബേ ലഗൂൺ ഡിസ്ട്രിക്ട് ഒന്നിനു പിറകെ ഒന്നായി നടത്തിയ ശക്തമായ സ്ഫോടനങ്ങളിൽ പ്രകമ്പനം കൊണ്ടു. വിദേശ എംബസികളും ആഡംബര വസതികളും നിറഞ്ഞ ഈ പ്രദേശത്ത് നിന്ന് കറുത്ത പുകച്ചുരുളുകൾ വാനിലേക്ക് ഉയർന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ജനങ്ങൾ പരിഭ്രാന്തരായി. ഏകദേശം 1 മണിക്കൂറിനകം ഇസ്രയേൽ സൈന്യം ആ ഞെട്ടിക്കുന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇത് തങ്ങൾ നടത്തിയ ഒരു കൃത്യമായ ടാർഗറ്റഡ് ആക്രമണമായിരുന്നു. സമ്മിറ്റ് ഓഫ് ഫയർ എന്ന് പേരിട്ട ഈ ഓപ്പറേഷനിൽ 15ലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദീർഘദൂര ലക്ഷ്യം പൂർത്തിയാക്കാൻ ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചായിരുന്നു വിമാനങ്ങളുടെ വരവ്. റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ പ്രയാസമുള്ള അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച ഒരൊറ്റ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം ആക്രമണം നടത്തുകയായിരുന്നു പദ്ധതി. ലക്ഷ്യം ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ദോഹയിലെ ആസ്ഥാനം. ഹമാസിന്റെ മുഖ്യ ചർച്ചാ പ്രതിനിധിയായ ഖലീൽ അൽ ഹയ്യയെയും വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പ്രമുഖ നേതാവായ സഹർ ജബാറിനെയും ഉൾപ്പെടെയുള്ള ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതായിരുന്നു ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഹമാസിന്റെയും ഖത്തറിന്റെയും ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നപ്പോൾ ലക്ഷ്യം പൂർണ്ണമായി വിജയിച്ചില്ലെന്ന് വ്യക്തമായി. ഖലീൽ അൽ ഹയ്യ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എങ്കിലും ആക്രമണം കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഖലീൽ അൽ ഹയ്യയുടെ മകനും ഓഫീസ് ഡയറക്ടറുമായ ഹുമാം, മറ്റൊരു പ്രധാന സഹായിയായ ജിഹാദ് ലബാദ് എന്നിവരുൾപ്പെടെ 5 ഹമാസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു. അതിലും ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണ്. ആക്രമണത്തിൽ ഒരു ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്വന്തം മണ്ണിൽ തങ്ങളുടെ പൗരന് നഷ്ടമായത് ഖത്തറിനെ പ്രകോപിപ്പിച്ചു. ഈ ആക്രമണത്തിന് ന്യായീകരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉടൻ രംഗത്തെത്തി. തിങ്കളാഴ്ച ജെറുസലേമിലെ ബസ് സ്റ്റോപ്പിൽ 6 ഇസ്രായേലികളെ കൊലപ്പെടുത്തിയ വെടിവയ്പിനും ഗാസയിൽ 4 സൈനികർ കൊല്ലപ്പെട്ടതിനും മറുപടിയായാണ് ഈ ആക്രമണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭീകര നേതാക്കൾക്ക് സുരക്ഷിത താവളത്തിലിരുന്ന് സുഖിക്കാൻ കഴിയുന്ന കാലം കഴിഞ്ഞു. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞങ്ങൾ അവരെ വേട്ടയാടി പിടിക്കും. നെതന്യാഹുവിന്റെ വാക്കുകളിൽ ധാർഷ്ട്യം നിറഞ്ഞിരുന്നു. ഇതോടൊപ്പം ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റി പൂർണ്ണമായി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ അന്ത്യശാസനം നൽകിയതോടെ ഇതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണെന്ന സൂചനയും അവർ നൽകുന്നു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി ഈ ആക്രമണത്തെ ചതിയന്മാരുടെ ഭീരുത്വം നിറഞ്ഞ ഭീകരപ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണിതെന്നും അതിന് മറുപടി നൽകാൻ ഖത്തറിന് അവകാശമുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിന്റെ എക്കാലത്തെയും വലിയ സുഹൃത്തായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ആക്രമണം പ്രകോപിപ്പിച്ചു. ഈ നീക്കത്തിൽ എനിക്ക് ഒട്ടും സന്തോഷമില്ല. ഇത് അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല എന്ന് ട്രംപ് തുറന്നടിച്ചു. ഖത്തർ അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയാണെന്നും അവിടെ വെച്ച് ഇത്തരമൊരു ആക്രമണം നടന്നതിൽ തനിക്ക് ഖേദമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആക്രമണത്തിന് തൊട്ടു മുൻപ് ഇസ്രയേൽ അമേരിക്കൻ സൈന്യത്തിന് വിവരം നൽകിയിരുന്നുവെങ്കിലും എവിടെയാണ് ആക്രമണം എന്നതിനെ കുറിച്ച് വ്യക്തത നൽകിയിരുന്നില്ലെന്നും അതുകൊണ്ട് ഖത്തറിന് മുന്നറിയിപ്പ് നൽകാൻ സാധിച്ചില്ലെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ സമ്മതിച്ചു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈജിപ്ത് തുടങ്ങിയ പ്രമുഖ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രയേലിനെതിരെ രംഗത്തു വന്നു. ഇത് സമാധാന ശ്രമങ്ങളെ തുരങ്കം വെക്കുന്ന നടപടിയാണെന്ന് അവർ അപലപിച്ചു. ഈ ആക്രമണം നടന്നത് വെറുതെ ആയിരുന്നില്ല. അമേരിക്കയുടെ പിന്തുണയോടെ ഗാസയിൽ ഒരു പുതിയ വെടിനിർത്തൽ കരാറിനുള്ള നിർണായക ചർച്ചകൾ നടക്കുന്ന സമയത്തായിരുന്നു ഇത്. ഹമാസിന്റെ ചർച്ചാ സംഘം അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കെയാണ് അവരെ തന്നെ ലക്ഷ്യം വെച്ച ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇത് സമാധാന ചർച്ചകളോടുള്ള ഇസ്രയേലിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് ഹമാസ് ആരോപിച്ചു. ഇതോടെ മാസങ്ങളായി നടന്നു വന്ന സമാധാന ശ്രമങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. ഇനി എന്ത് എന്ന ചോദ്യമാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ ആക്രമണത്തിന് ഖത്തർ എങ്ങനെ മറുപടി നൽകും? പ്രകോപിതരായ അറബ് ലോകം ഇസ്രയേലിനെതിരെ ഒരുമിച്ച് നീങ്ങുമോ?
അമേരിക്കൻ പ്രസിഡന്റിന്റെ അതൃപ്തി അവഗണിച്ച് നെതന്യാഹു തന്റെ ആക്രമണോത്സുകമായ നയങ്ങൾ തുടരുമോ? ഒന്ന് വ്യക്തമാണ്, ദോഹയിലെ സ്ഫോടനങ്ങളുടെ അലയൊലികൾ മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ പുതിയ സംഘർഷത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. നയതന്ത്രം പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി സംസാരിക്കുന്നത് തോക്കുകളായിരിക്കുമെന്ന് ഭയക്കുന്നവരെ കുറ്റപ്പെടുത്താനാവില്ല.